ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്മാവാണിത്. ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ രാത്രിയിലോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ ഹോൾസിൻ്റെ നുറുക്ക് ഗോതമ്പ് ഫൈനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല പൊടിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ പണ്ട് നമ്മൾ കുതിർത്തിയിട്ടൊക്കെയാണല്ലോ ഇത് ഉണ്ടാക്കുക. അത്രയും ഇത് വേവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടുന്നതുകൊണ്ട് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉപ്മാവ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലൊരു കപ്പിൽ 1/4 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ ഗ്ലാസ് എടുത്താലും മതിയാവും. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, കുറച്ച് ബീൻസ് ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ്, കുറച്ച് ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. ഇത്രയും സാധനങ്ങൾ എടുത്തു വെക്കാം. ഇനി നമുക്ക് ചൂടായ ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതൊക്കെ ചേർക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാനിപ്പോ ചേർക്കുന്നുണ്ട്. അപ്പൊ ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർക്കുന്നത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടുതലാവരുത്, ഇപ്പൊ വല്ലാത്തൊരു കുത്തലായിരിക്കും. അപ്പൊ ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതുപോലെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പച്ചക്കറി നന്നായിട്ട് കുക്കാവില്ല. ഇപ്പൊ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തിട്ടുള്ളത് അതേ കപ്പില് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ തിളയ്ക്കുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ടാവും. നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ആ വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നല്ലപോലെ കഴുകിയെടുത്തിട്ടുള്ള ഗോതമ്പ് റവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് നല്ല ഫൈൻ ആയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് സാധാരണ റവ പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചിട്ടൊരു 4-5 മിനിറ്റോളം വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്മാവ് തയ്യാറായി കിട്ടും. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇപ്പൊ തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടോ, നമ്മുടെ ഉപ്മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സാധാരണ റവ ഉപ്മാവ് തയ്യാറാക്കുന്ന അതേപോലെ തന്നെയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അത് റവ ഉപ്മാവാണെന്ന് തന്നെ പറയുള്ളൂ, പക്ഷെ ഗോതമ്പ് റവയാണ്. അപ്പൊ ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ്, 1 ടീസ്പൂൺ നെയ്യ്, ആവശ്യമുള്ള നെയ്യ് പറ്റാത്തവരാണെങ്കിൽ അത് ചേർക്കണമെന്നില്ല. അപ്പം നല്ലൊരു മണത്തിനും ഒരു ഇതിനു വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഗോതമ്പ് റവ ഉപ്മാവ് തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്കൊരു ബൗളിലേക്ക് ആക്കിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് അങ്ങനെ പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കാം. ഇതുപോലെ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ല കമൻസ് ഒക്കെ അറിയിക്കണം. താങ്ക്